അഭിജിത്ത് അശോകൻ സംവിധാനം ചെയ്ത് കോഴിക്കോട് ജയരാജ്, ലീല സാംസൺ, ദീപക് പറമ്പോൾ, അനു സിത്താര, നോബി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു കുഞ്ഞു സിനിമയാണ് ജനനം 1947. പ്രണയം തുടരുന്നു. പല സാഹചര്യങ്ങളിലും ജീവിച്ച കുറെ മനുഷ്യർ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ഒരു വൃദ്ധസദനത്തിൽ ഒത്തുചേരുന്നു. പിന്നീട് അവരെല്ലാവരും തങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ ശ്രമിക്കുന്നു. അവരിൽ രണ്ടുപേർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് അവരുടെ കഥയാണ്. 60കളിലെ പ്രണയമാണ് സിനിമ ചർച്ച ചെയ്യുന്നതെങ്കിലും ഏത് പ്രായക്കാർക്കും കണക്റ്റ് ആകുമെന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ്. വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്കാകുന്ന മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ. അവരാഗ്രഹിക്കുന്നത് അവരെ കേട്ടിരിക്കാനും ഒപ്പം നടക്കാനും കഴിയുന്ന ഒരാളെയാണ്. ജീവിതത്തിന്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് കടമകളൊക്കെ നിർവഹിച്ചു കഴിയുമ്പോൾ തനിച്ചായി പോകുന്ന കുറെ മനുഷ്യരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. 18ന്റെ പ്രണയം പോലെ തന്നെ കണ്ടിരിക്കാൻ രസമുള്ളതാണ് ഈ അച്ഛന്റെയും അമ്മയുടെയും പ്രണയം. പ്രധാന വേഷങ്ങൾ ചെയ്ത കോഴിക്കോട് ജയരാജ്, ലീല സാംസൺ അവർ തങ്ങളുടെ കഥാപാത്രത്തിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട്. ജീവിതത്തിന്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ. സാധാരണക്കാരന്റെ സിനിമയാണിതെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. സിനിമയുടെ ഒഴുക്കിനൊത്തു പോകുന്ന പാട്ടുകളാണ് മറ്റൊരു പ്രത്യേകത. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നിറയും, മനസ്സൊന്ന് നീറുമെന്നത് സത്യം. എന്നിരുന്നാലും മനസ്സ് നിറയ്ക്കുന്ന ഒരു അനുഭവമാണ് ഈ സിനിമ സമ്മാനിക്കുന്നത്. മലയാളത്തിൽ നിന്ന് മസ്റ്റ് വാച്ച് മൂവിയായാണ് ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്.